നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിജി. ആദ്യം പ്രധാന വാർത്തകൾ. തൃശൂർ അതിരൂപത മുൻ ആർച്ച് ബിഷപ്പ് മാർ ജേക്കബ് തൂങ്കുഴി കാലം ചെയ്തു. 93 വയസ്സായിരുന്നു. സംസ്കാരം പിന്നീട്. തൃശൂർ നഗരം ഇരുട്ടിലായി 4 മണിക്കൂർ കഴിഞ്ഞിട്ടും നടപടി സ്വീകരിക്കാത്തതിൽ പ്രതിഷേധിച്ച് രാജൻ ജെ പല്ലന്റെ നേതൃത്വത്തിൽ മേയറെ ചേംബറിൽ ഉപരോധിച്ചു. മുക്കാട്ടുകര സെന്റ് ജോർജസ് ദേവാലയത്തിലെ വിശ്വാസ പരിശീലന യൂണിറ്റിന് ഏറ്റവും വലിയ വചനപൂക്കളം തീർത്തതിന് ലോക റെക്കോർഡ്. പീച്ചി പോലീസ് കസ്റ്റഡി മർദ്ദനം. SHO രതീഷിനെ ദക്ഷിണമേഖല IG സസ്പെൻഡ് ചെയ്തു. വിശദമായ വാർത്തകളിലേക്ക്. തൃശൂർ അതിരൂപത മുൻ ആർച്ച് ബിഷപ്പ് മാർ ജേക്കബ് തൂങ്കുഴി കാലം ചെയ്തു. 93 വയസ്സായിരുന്നു. സംസ്കാരം പിന്നീട്. തൃശൂർ നഗരം ഇരുട്ടിലായി 4 മണിക്കൂർ കഴിഞ്ഞിട്ടും ഒരു നടപടിയും സ്വീകരിക്കാതെ മേയറും LDF ഭരണസമിതിയും ഇരുട്ടിൽ തപ്പി നിൽക്കുമ്പോൾ പ്രതിപക്ഷ നേതാവ് രാജൻ ജെ പല്ലന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് കൌൺസിലർമാർ മേയറുടെ ചേംബർ ഉപരോധിച്ചു. കോൺഗ്രസ് കൌൺസിലർമാരുടെ ഇടപെടൽ മൂലം വൈദ്യുതി വിഭാഗത്തിലെ സമരസമിതി നേതാക്കളെ മേയറും ഭരണസമിതിയും ചർച്ചയ്ക്ക് വിളിക്കാൻ തയ്യാറായി. ഭരണസമിതി അംഗങ്ങളുമായി ചർച്ച നടത്തി പിരിയുന്നതുവരെ റൂമിന്റെ മുന്നിൽ പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിൽ മുദ്രാവാക്യം വിളിച്ചു കുത്തിയിരുന്നു. ഊരാളുങ്കൽ സൊസൈറ്റിക്ക് വൈദ്യുതി വിഭാഗം കൈമാറാനുള്ള LDF സർക്കാരും കോർപ്പറേഷൻ ഭരണസമിതിയുടെയും ഗൂഢാലോചനയുടെ ഫലമാണ് 229 ജീവനക്കാരിൽ നിന്നും 103 ജീവനക്കാരായി വെട്ടിക്കുറച്ച തീരുമാനമെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഇറക്കിയ ഉത്തരവ് 4 ദിവസമായി ജീവനക്കാരെ ചർച്ചയ്ക്ക് പോലും വിളിക്കാതെ മണിക്കൂറുകൾ വൈദ്യുതി മുടക്കുന്ന സമരത്തിലേക്ക് കൊണ്ടുപോയത് മേയറും LDF സമരസമിതിയുമാണെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. പഴയ മുനിസിപ്പൽ പ്രദേശത്ത് കോൺഗ്രസ് കൌൺസിലർമാരാണ്. വൈദ്യുതി ഇല്ലാതായാൽ കോൺഗ്രസ് കൌൺസിലർമാരെ മാത്രമേ ബാധിക്കൂവെന്ന LDF ഭരണസമിതിയുടെ വിവരക്കേടും തെറ്റിദ്ധാരണയുമാണ് തൊഴിലാളി നേതാക്കളെ ചർച്ചയ്ക്ക് വിളിക്കാത്തതെന്ന് രാജൻ ജെ പല്ലൻ പറഞ്ഞു. പ്രതിപക്ഷ നേതാവ് രാജൻ ജെ പല്ലൻ, ഉപനേതാവ് EV സുനിൽ രാജ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ജയപ്രകാശ് പൂവത്തിങ്കൽ, മുകേഷ് കൂളപ്പറമ്പിൽ, കൌൺസിലർമാരായ NA ഗോപകുമാർ, വിനേഷ് തയ്യിൽ, ലാലി ജെയിംസ്, സുനിത വിനു, സിന്ധു ആൻഡോ, മേഴ്സി അജി, ലീല വർഗീസ്, എബി വർഗീസ്, രന്യ ബൈജു, നിമ്മി റപ്പായി എന്നിവർ നേതൃത്വം നൽകി. ഇത്രയും നീചമായ ഒരു പ്രവൃത്തി LDF കൗൺസിൽ ഭരിക്കുമ്പോൾ, LDF ഗവൺമെന്റ് ഉള്ളപ്പോൾ ആരും അറിയാതെ ചെയ്തു എന്നാണ് ഇവർ അവകാശപ്പെടുന്നത്. ഇത് അംഗീകരിച്ച് മുന്നോട്ട് പോകാൻ സാധ്യമല്ല. അതുകൊണ്ട് 3 മണിക്കൂറായി തൃശൂർ പട്ടണം ഇരുട്ടിലാണ്. തൃശൂർ പട്ടണം 3 മണിക്കൂറായി ഇരുട്ടിലാണ്. ഹോസ്പിറ്റലുകള്, വിദ്യാലയങ്ങള്, പോലീസ് സ്റ്റേഷൻ അടക്കം മാധ്യമ സ്ഥാപനങ്ങളിൽ കറണ്ടില്ലാതെ നിൽക്കുന്നു. ടാങ്കിൽ വെള്ളമില്ലാതെ ജനങ്ങൾ വലയുന്നു. മേയർ AC ഇട്ടോട് സൂചിച്ച് ജീവിക്കുന്നു. ജനറിൽ നടക്കുന്നു. ഇത് മുന്നോട്ട് പോകാൻ അനുവദിക്കുന്ന പ്രശ്നമല്ല. പ്രതിഷേധം 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 തൃശൂർ നഗരം ഇരുട്ടിലാക്കിയ LDF ഭരണക്കാരെ നിങ്ങൾക്കെതിരെ ഉയരുന്നു. തൃശൂരിന്റെ പ്രതിഷേധം വൈദ്യുതി വിഭാഗം വിറ്റുമുടിക്കാൻ കൂട്ടുനിൽക്കുന്ന LDF നിങ്ങൾക്കെതിരെ ഉയരുന്നു. പ്രതിഷേധം ഇരമ്പട്ടെ. വൈദ്യുതി വിഭാഗം കട്ടുമുടിക്കാൻ ഒരാളും തന്നെ കട്ടുമുടിക്കാൻ നടക്കില്ല, നടപ്പിക്കില്ല. LDF കേട്ടോളൂ. താക്കീത്. വൈദ്യുതി വിഭാഗം കട്ടുമുടിക്കാൻ തൃശൂർ നഗരം ഇരുട്ടിലാക്കിയ LDF ഭരണക്കാരെ നിങ്ങൾക്കെതിരെ ഉയരുന്നു. തൃശൂരിന്റെ പ്രതിഷേധം. ഒക്ടോബർ 7, 8 തീയതികളിൽ രൂക്ഷമായ വന്യമൃഗശല്യത്തിനെതിരെ നടപടിയെടുക്കാത്ത സർക്കാരിന്റെ നടപടിക്കെതിരെ പ്രതിഷേധിച്ചും നെൽകർഷകരുടെ പ്രശ്നങ്ങൾ സർക്കാർ ഏറ്റെടുക്കാത്തതിലും പ്രതിഷേധിച്ചും കർഷക കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംസ്ഥാന പ്രസിഡന്റ് മാജേഷ് മാത്യു നയിക്കുന്ന വാഹന പ്രചരണ ജാഥ നടത്തും.
യോഗത്തിൽ ജില്ലാ പ്രസിഡന്റ് രവി പോലുവളപ്പിൽ അധ്യക്ഷനായി. സംസ്ഥാന പ്രസിഡന്റ് മാജിഷ് മാത്യു ഉദ്ഘാടനം ചെയ്തു. കർഷക കോൺഗ്രസിന്റെ പ്രവർത്തകർക്ക്, നേതാക്കന്മാർക്ക് ഈ സംസ്ഥാന കമ്മിറ്റിയോടുള്ള, സംസ്ഥാന പ്രസിഡന്റിനോടുള്ള കാഴ്ചപ്പാട് രൂപീകരിക്കപ്പെട്ടതിന് ശേഷം മാത്രം നിങ്ങളുടെ മുന്നിലേക്ക് വന്നാൽ മതി എന്നുള്ള എന്റെ ഉറച്ച തീരുമാനത്തിൽ നിന്നാണ് 7-8 മാസക്കാലം ഈ സംസ്ഥാന പ്രസിഡന്റ് എന്ന നിലയിൽ നിങ്ങളുടെ മുന്നിൽ വരാൻ വേണ്ടി ഞാൻ താമസിച്ചത്. നിങ്ങൾക്കത് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ അതിൽ ക്ഷമാപണം നടത്തുകയാണ്. കർഷക കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റായി ഞാൻ വന്നതിന് ശേഷം ആദ്യമായി നമ്മൾ ഉയർത്തിയ ഒരു മുദ്രാവാക്യമാണ്, ആദ്യമായി നമ്മൾ ഉയർത്തിയ ഒരു സമരമാണ് വനഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട സമരം. അതുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തെ മുഴുവൻ നിയോജക മണ്ഡല കമ്മിറ്റികളിലും പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തുവാൻ ആഹ്വാനം ചെയ്തുകൊണ്ടാണ് കർഷക കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് എന്ന നിലയിൽ ഞാൻ ആദ്യമായി സ്ഥാനം ഏറ്റെടുക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ ആദ്യമായി നടത്തിയ പ്രഖ്യാപനം, ഞാൻ ആദ്യമായി നടത്തിയ സമര പ്രഖ്യാപനം 120-118 നിയോജക മണ്ഡലങ്ങളിൽ ആ പ്രഖ്യാപനം അനുസരിച്ച് സമരങ്ങൾ നടന്നു എന്നത് എന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചു. ആ ആത്മവിശ്വാസവുമായിക്കൊണ്ടാണ് ഞാൻ ഡിസംബർ മാസത്തിൽ കർഷക കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റായി ഈ തിരുവനന്തപുരത്ത് നിന്ന് ഞാൻ ആ ഔദ്യോഗികമായ ചുമതല ഏറ്റെടുക്കുന്നത്. ആ ചുമതല ഏറ്റെടുത്തവർ ഈ നിമിഷം വരെ കർഷക കോൺഗ്രസ് പ്രസ്ഥാനത്തിന് വേണ്ടിയും കേരളത്തിലെ കർഷക സമൂഹത്തിന് വേണ്ടിയും അവരുടെ ഉന്നമനത്തിന് വേണ്ടിയും അവരുടെ പ്രശ്നങ്ങളിൽ ഓരോന്നും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നിരവധിയായ സമരങ്ങളും നിരവധിയായ നിവേദനങ്ങൾ നൽകിക്കൊണ്ടാണ് കർഷക കോൺഗ്രസ് പ്രസ്ഥാനം മുന്നോട്ട് പോകുന്നത്. പക്ഷേ ആത്യന്തികമായി ഞാൻ പറയുന്നു, കേരളത്തിലെ കർഷക സമൂഹത്തിന് വേണ്ടി ശബ്ദിക്കുന്ന ഒരു ശക്തമായ സംഘടനയായി കർഷക കോൺഗ്രസ് പ്രസ്ഥാനം മാറണമെങ്കിൽ കർഷക കോൺഗ്രസ് കർഷകരുടെ പ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിച്ച് സമരം ചെയ്താൽ മാത്രം പോരാ, കർഷകന് വേണ്ടി ശബ്ദിച്ചാൽ മാത്രം പോരാ, നേരിടുന്ന പ്രശ്നങ്ങളെ പറ്റി ആഴത്തിൽ പഠിച്ച് അതിനുള്ള പരിഹാരവും നിർദ്ദേശിക്കാനുള്ള ആ ഉത്തരവാദിത്വം കൂടെ നമ്മൾ കൃത്യമായി ചെയ്യുമ്പോൾ മാത്രമാണ് കേരളത്തിലെ കർഷക സമൂഹത്തിന് വേണ്ടി നമുക്ക് സംസാരിക്കാൻ സാധിക്കുകയുള്ളൂ, അവർക്ക് വേണ്ടി നമുക്ക് നിലപാടെടുത്ത് മുന്നോട്ട് പോകാൻ സാധിക്കും. പന്നിയങ്കര ടോൾ പിരിവ് ഹർജി ബുധനാഴ്ച സംസ്ഥാന സർക്കാരിനോട് റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് ഹൈക്കോടതി. പന്നിയങ്കരയിലെ ടോൾ പിരിവ് താൽക്കാലികമായി നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് അഡ്വക്കേറ്റ് ഷാജി കോടങ്കണ്ടത്ത് നൽകിയ ഹർജി പരിഗണിച്ച കോടതി സംസ്ഥാന സർക്കാരിനോട് അടുത്ത ബുധനാഴ്ച പരാതിക്കാരുടെ ആരോപണങ്ങളുടെ നിജസ്ഥിതിയെക്കുറിച്ച് ബോധിപ്പിക്കാൻ ഉത്തരവായി. വടക്കാഞ്ചേരി മണ്ണുത്തി 6 വരി ദേശീയപാതയിൽ മേൽപ്പാല നിർമ്മാണം നടക്കുന്ന വാണിയംപാറ, കല്ലിടുക്ക്, മുടിക്കോട് ഭാഗങ്ങളിൽ ഗതാഗത കുരുക്ക് തുടരുന്ന സാഹചര്യത്തിൽ പന്നിയങ്കരയിലെ ടോൾ പിരിവ് താൽക്കാലികമായി നിർത്തിവെപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ഷാജി കോടങ്കണ്ടത്ത് നൽകിയ ഹർജിയിൽ ഗതാഗത കുരുക്കിന് പരിഹാരം കാണും വരെ ടോൾ പിരിവ് നിർത്തിവെക്കണമെന്നാണ്. പാതയിൽ മേൽപ്പാലങ്ങളുടെ നിർമ്മാണം നടക്കുന്ന സ്ഥലങ്ങളിലും സർവീസ് റോഡുകളുടെ ടാറിംഗ് താൽക്കാലികമാണ്. വീതി കൂട്ടി നല്ല രീതിയിലുള്ള ടാറിംഗ് അല്ല നടത്തിയിട്ടുള്ളത്. പാത നിർമ്മാണം പൂർത്തിയാകും മുൻപ് ടോൾ പിരിവിന് അനുമതി നൽകിയ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് റദ്ദാക്കണമെന്ന ആവശ്യം ഉന്നയിച്ച് 2022 അഡ്വക്കേറ്റ് ഷാജി കോടങ്കണ്ടത്ത് നൽകിയിരുന്ന പ്രധാന ഹർജിയിൽ ഉപഹർജിയായാണ് ടോൾ പിരിവ് ആവശ്യപ്പെട്ടുള്ള ഹർജി കൊടുത്തിട്ടുള്ളത്. ഗതാഗത കുരുക്ക് മൂലം പാലേക്കര ടോൾ പ്ലാസ താൽക്കാലികമായി അടപ്പിച്ച ഉത്തരവും സുപ്രീം കോടതിയിലെ അപ്പീലിൽ ഉണ്ടായ ഉത്തരവും ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ഹൈക്കോടതി ഫയലിൽ സ്വീകരിച്ചു. ഹർജിക്കാരുടെ ഭാഗം വാദം കേട്ട് നിജസ്ഥിതിയെപ്പറ്റി അന്വേഷണം നടത്തി അടുത്ത ബുധനാഴ്ച റിപ്പോർട്ട് സമർപ്പിക്കാൻ സംസ്ഥാന സർക്കാരിനോട് നിർദ്ദേശിച്ചിരിക്കുന്നു. ലൈഫ് പദ്ധതിയിലൂടെ 4 അതിദരിദ്ര കുടുംബങ്ങൾക്ക് വീടൊരുക്കാൻ പാണഞ്ചേരി പഞ്ചായത്ത്. അതിദരിദ്രരില്ലാത്ത കേരളം എന്ന ലക്ഷ്യത്തിലേക്ക് സംസ്ഥാന സർക്കാർ മുന്നേറുമ്പോൾ അതിദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിലേക്ക് ചുവടുവച്ചിരിക്കുകയാണ് പാണഞ്ചേരി ഗ്രാമപഞ്ചായത്ത്. പഞ്ചായത്തിലെ അതിദരിദ്ര ലിസ്റ്റിൽപ്പെട്ട 72 കുടുംബങ്ങളിൽ 68 കുടുംബങ്ങളെ അതിദാരിദ്ര്യത്തിൽ നിന്ന് മുക്തമാക്കാനുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കിയെങ്കിലും ബാക്കിയുള്ള 4 കുടുംബങ്ങൾക്ക് ഭൂമിയും വീടും ലഭ്യമായിരുന്നില്ല. റവന്യൂ മന്ത്രി കെ രാജന്റെയും പാണഞ്ചേരി പഞ്ചായത്തിന്റെയും ഇടപെടലുകളുടെ ഫലമായി കഴിഞ്ഞ പട്ടയ വിതരണ മേളയിൽ ഭൂമിയും വീടുമില്ലാതിരുന്ന 4 കുടുംബങ്ങളിൽ ഓരോ കുടുംബത്തിനും 3 സെന്റ് ഭൂമി വീതം നൽകി പട്ടയം അനുവദിച്ചു. ഒരു വീടിന് 6 ലക്ഷം രൂപ മുടക്കി ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി വീട് നിർമ്മിച്ചു നൽകുക എന്ന ഉത്തരവാദിത്വം പഞ്ചായത്ത് ഏറ്റെടുത്തു. വീടുകളുടെ തറക്കല്ലിടൽ പാണഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി രവീന്ദ്രൻ, വൈസ് പ്രസിഡന്റ് സാവിത്രി സദാനന്ദൻ, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ കെ ചന്ദ്രൻ എന്നിവരുടെ നേതൃത്വത്തിൽ നടന്നു. 1 മാസത്തിനകം നിർമ്മാണം പൂർത്തീകരിച്ച് നൽകുമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി രവീന്ദ്രൻ അറിയിച്ചു. മുക്കാട്ടുകര സെന്റ് ജോർജസ് ദേവാലയത്തിൽ വിശ്വാസ പരിശീലന യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ വചനപൂക്കളം ഒരുക്കിയതിൽ ബെസ്റ്റ് ഓഫ് ഇന്ത്യ വേൾഡ് റെക്കോർഡ്. വചനപൂക്കളത്തിലെ ആദ്യത്തെ ലോക റെക്കോർഡ് കൂടെയാണിത്. സെപ്റ്റംബർ 13 ശനിയാഴ്ച പള്ളി ഹാളിൽ 416 വിദ്യാർത്ഥികളും 40 അധ്യാപകരും ചേർന്ന് സമ്പൂർണ്ണ ബൈബിൾ എഴുതിയ 22,322 സ്റ്റിക്കി നോട്ടുകൾ ഉപയോഗിച്ച്
1227 സ്ക്വയർ ഫീറ്റിൽ 2 മണിക്കൂർ 59 മിനിറ്റ് 11 സെക്കൻഡിൽ ലോകത്തിലെ ഏറ്റവും വലിയ വചനപ്പൂക്കളം തീർത്ത് ലോക റെക്കോർഡ് നേടി. ഇത് രണ്ടാം തവണയാണ് ഈ റെക്കോർഡ് കരസ്ഥമാക്കുന്നത്. കഴിഞ്ഞ വർഷം കുറഞ്ഞ സമയത്തിൽ പുതിയ നിയമം പകർത്തി എഴുതിയതായിരുന്നു ആദ്യ റെക്കോർഡ്. ബെസ്റ്റ് ഓഫ് ഇന്ത്യ റെക്കോർഡ്സ് അധികൃതരുടെ സാന്നിധ്യത്തിലായിരുന്നു ഈ റെക്കോർഡ് ഇവന്റ്. അതിരൂപത സഹായമിത്രാൻമാർ ടോണി നീലങ്കാവിൽ റെക്കോർഡ് പ്രഖ്യാപനത്തിന് സന്നിഹിതനായിരുന്നു. വികാരി ഫാദർ പോൾ പിണ്ടിയാൻ, സഹവികാരി ഫ്രാൻസിസ് പുത്തൂക്കര, പ്രിൻസിപ്പൽ സിസ്റ്റർ ആൻസി മരിയ, പ്രോഗ്രാം കമ്മിറ്റി അംഗങ്ങൾ, വേൾഡ് റെക്കോർഡ് ഇവന്റ് കോർഡിനേറ്റർ ജസ്വിൻ സാജു, ഷിജു വർഗീസ്, ആന്റോ പോൾ, ജോസഫ് ആന്റണി, വർഗീസ് തലക്കോടൻ, റിൻഡോ ജോസ്, ആൻസൺ വർഗീസ്, പ്രിൻസ് മേനാച്ചേരി, വിജി PV, ലിജോ ജോസ് എന്നിവർ നേതൃത്വം നൽകി. ഇവന്റ് പൂർണ്ണമായും മീഡിയ ടീമിന്റെ നേതൃത്വത്തിൽ റെക്കോർഡ് ചെയ്തു. സെന്റ് തോമസ് കോളേജ് മീഡിയ വിദ്യാർത്ഥികളായ അമൽ കൃഷ്ണ, റോഷൻ റോയ്, ഇമ്മാനുവൽ സാവിയോ എന്നിവരാണ് വീഡിയോ കവറേജ് നടത്തിയത്. സമ്പൂർണ്ണ ബൈബിൾ സ്റ്റിച്ചിങ് ഔട്ടിലൂടെ പൂക്കളത്തിൽ മനുഷ്യ വന്യജീവി സംഘർഷ ലഘൂകരണ തീവ്രയജ്ഞ പരിപാടിക്ക് പാണഞ്ചേരി പഞ്ചായത്തിൽ തുടക്കം. പാണഞ്ചേരി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സാവിത്രി സദാനന്ദൻ മനുഷ്യ വന്യജീവി സംഘർഷ ലഘൂകരണ തീവ്രയജ്ഞ പരിപാടി ഉദ്ഘാടനം ചെയ്തു. 13ാം വാർഡ് മെമ്പർ ബാബു തോമസ് അധ്യക്ഷനായി. മനുഷ്യ വന്യജീവി സംഘർഷ ലഘൂകരണ തീവ്രയജ്ഞത്തിന്റെ ഭാഗമായി പഞ്ചായത്ത് ഓഫീസിൽ വനം വകുപ്പിന്റെ ഹെൽപ്പ് ഡെസ്ക് ആരംഭിച്ചു. വനംവകുപ്പ് ഉദ്യോഗസ്ഥരും പഞ്ചായത്ത് പ്രതിനിധികളും അടങ്ങുന്ന ടീമുകൾ ഈ ഹെൽപ്പ് ഡെസ്ക് വഴി പൊതുജനങ്ങളിൽ നിന്ന് പരാതികൾ ശേഖരിക്കും. ഇതിനായി ഒരു ഫെസിലിറ്റേറ്ററെ ചുമതലപ്പെടുത്തി. പ്രാദേശിക തലത്തിൽ പരിഹരിക്കാൻ കഴിയുന്ന പ്രശ്നങ്ങൾ 1ാം ഘട്ടത്തിൽ തന്നെ പരിഹരിക്കുമെന്ന് വനംവകുപ്പ് അറിയിച്ചു. വന്യജീവികളുടെ സാന്നിധ്യം മൂലമുള്ള സംഘർഷം, വിളനഷ്ടം, ജീവഹാനി മുതലായ പ്രശ്നങ്ങളിലും വനം വകുപ്പുമായി ബന്ധപ്പെട്ട ഭൂമി സംബന്ധമായ തർക്കങ്ങൾ, ഗതാഗത പ്രശ്നങ്ങൾ, മരമുറി തുടങ്ങിയ വിഷയങ്ങളിലും പരിഹാരം കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന പദ്ധതിയാണിത്. 1ാം ഘട്ടം പഞ്ചായത്ത് തലത്തിൽ സെപ്റ്റംബർ 16 മുതൽ 30 വരെ നടക്കും. 2ാം ഘട്ടം ജില്ലാ തലത്തിൽ ഒക്ടോബർ 1 മുതൽ 15 വരെ. 3ാം ഘട്ടം സംസ്ഥാന തലത്തിൽ ഒക്ടോബർ 16 മുതൽ 30 വരെയുമാണ്. വാണിയമ്പാറ ഫോറസ്റ്റ് ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ ഗിരീഷ് സ്വാഗതം ആശംസിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ PA ദീപു, KP ചാക്കോച്ചൻ, ആരിഫ റാഫി, സ്വപ്ന രാധാകൃഷ്ണൻ, വനംവകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. നെല്ലിക്കുന്ന് മാർ തിമോത്തിയോസ് പള്ളിയിൽ ഇടവക ദിന സിൽവർ ജൂബിലി സമുചിതമായി ആഘോഷിച്ചു. സെപ്റ്റംബർ 14 ഞായറാഴ്ച വികാരി റവറൻ ജാക്സ് ചാണ്ടി കശീശയുടെ പ്രധാന കാർമ്മികത്വത്തിൽ വിശുദ്ധ കുർബാനയായിരുന്നു. റവറൻ ബിനോയ് നിരപ്പത്ത് കശീശ സഹകാർമ്മികനായി. പൊതു അന്നീതയും ഇടവക ദിന കൊടിയേറ്റവും നടന്നു. വികാരി റവറൻ ജാക്സ് ചാണ്ടി കശീശ നിർവഹിച്ചു. പ്രഭാത ഭക്ഷണത്തിനു ശേഷം ഇടവകാംഗങ്ങൾ പങ്കെടുത്ത കലാകായിക മത്സരങ്ങൾ നടന്നു. വൈകിട്ട് ഇടവക ദിന പൊതുസമ്മേളനം അഭിവന്യ മറൌഗിൻ കുര്യാക്കോസ് മെത്രാപ്പോലിത്ത ഉദ്ഘാടനം ചെയ്തു. റവറൻ ജാക്സ് ചാണ്ടി കശീശ അധ്യക്ഷനായി. ഭക്തസംഘടനകൾ, ഇടവകാംഗങ്ങൾ എന്നിവർ അവതരിപ്പിച്ച ഫ്യൂഷൻ ഡാൻസ്, ഗാനാലാപനം എന്നിവ നടന്നു. മെൻസ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ശ്രീമാൻ ശ്രീമതി നറുക്കെടുപ്പ്, വിമൻ യൂത്ത് വിങ്ങിന്റെ നേതൃത്വത്തിൽ കർഷകമിത്രം അവാർഡ് വിതരണവും നടത്തി. മത്സര ഇനങ്ങളിൽ ടോട്ടൽ പോയിന്റിൽ 1, 2, 3 സ്ഥാനങ്ങൾ നേടിയ യൂണിറ്റുകൾക്ക് ട്രോഫികൾ സമ്മാനിച്ചു. ജനറൽ കൺവീനർ ഷിജ ജോൺസൺ, കൈക്കാരന്മാരായ തിമത്തി മാളിയേക്കൽ, വർഗീസ് തേക്കാനത്ത്, പാരിഷ് കൌൺസിൽ അംഗം പ്രിൻസ് MR എന്നിവർ സംസാരിച്ചു. ഇടവേള. SRK Gold and Diamonds, Kalathod, Thrissur, making every celebration sparkle. Mediplus Diagnostics, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി
digital X-ray, ultrasound and color Doppler scanning, modular laboratory, ECG and doctor's consultation. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കളക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും ജനറൽ മെഡിസിൻ MD, കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് ഡയബറ്റോളജിസ്റ്റ് വൈകിട്ട് 5 മണി മുതൽ സേവനമനുഷ്ഠിക്കുന്നു. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെ ബുക്കിംഗിനുമായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG, ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഉറങ്ങണില്ല, ഏതു നേരം ഈ പാവം പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ, പ്രണയ നൈരാശ്യം? മൂട്ടൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. ബെസ്റ്റ് റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. വാർത്തകൾ തുടരുന്നു. തൃശൂർ ജില്ലയിലെ ജില്ലാ മാനസികാരോഗ്യ പരിപാടിയിലേക്ക് സ്റ്റാഫ് നഴ്സ് തസ്തികയിൽ കരാറടിസ്ഥാനത്തിൽ നിയമനമുണ്ട്. സെപ്റ്റംബർ 26 രാവിലെ 10:30 സർക്കാർ മാനസികാരോഗ്യ കേന്ദ്രത്തിലാണ് വാക്ക്-ഇൻ ഇന്റർവ്യൂ. താൽപര്യമുള്ളവർ സർട്ടിഫിക്കറ്റുകളുടെ അസലും സാക്ഷ്യപ്പെടുത്തിയ പകർപ്പും സഹിതം ഇന്റർവ്യൂവിനെത്തുക. രാവിലെ 10നും 11നും ഇടയിൽ രജിസ്ട്രേഷൻ പൂർത്തിയാക്കി 10ൽ കൂടുതൽ പേരുണ്ടെങ്കിലുള്ള എഴുത്തു പരീക്ഷയിൽ പങ്കെടുക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 0487 2383 ജനകീയ പ്രതിഷേധം ഭയന്ന് റോഡ് ടാർ ചെയ്തു. അത്താണി വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് മേൽപ്പാലത്തിന് മുൻവശത്ത് നടത്തിയ ജനകീയ പ്രതിഷേധം വാർഡ് പ്രസിഡന്റ് KV ജനാർദ്ദനന്റെ അധ്യക്ഷതയിൽ വടക്കാഞ്ചേരി നഗരസഭ പ്രതിപക്ഷ നേതാവ് SAA ആസാദ് ഉദ്ഘാടനം ചെയ്തു. പുലർച്ചെ 2 മണിക്ക് റോഡുകൾ സർക്കാർ കുഴിയടക്കൽ നടത്തുകയാണെന്നും ജനകീയ പ്രതിഷേധം ഇവിടെ അവസാനിക്കില്ലെന്നും റോഡ് മുഴുവനായി ടാർ ചെയ്യണമെന്നും മറ്റുള്ള സ്ഥലങ്ങളിലേക്കും പ്രതിഷേധങ്ങൾ ഉയരുമെന്നും നഗരസഭാ പ്രതിപക്ഷ നേതാവ് ആസാദ് പറഞ്ഞു. വടക്കാഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് PG ജയദീപ് മുഖ്യപ്രഭാഷണം നടത്തി. ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് NR രാധാകൃഷ്ണൻ, JN മംഗലം, ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ഫിലിപ്പ് ജേക്കബ് അത്താണി, ബ്ലോക്ക് കോൺഗ്രസ് ട്രഷറർ PS രാധാകൃഷ്ണൻ, മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പുഷ്പലത, സെക്രട്ടറിമാരായ രാജീവ്, രാജഗോപാൽ, ഷെരീഫ് അത്താണി, പ്രകാശൻ, ബെന്നി ബൈപ്പാസ് തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. ഉദ്യോഗസ്ഥരെ സമ്മതിക്കണം. കാരണം ആ ഉദ്യോഗസ്ഥര് ഇതിന് കണക്ക് പറയേണ്ടി വരും. നാളത്തെ കഴിഞ്ഞാൽ ഇത് കൊണ്ടുകൂടിയോ? അപ്പൊ ആ ഉദ്യോഗസ്ഥന്മാർ ആരാണ് ഈ കുഴി അടയ്ക്കാൻ നിങ്ങളുടെ പേര് സംബന്ധിച്ച് അവരുണ്ടാവില്ല. പക്ഷെ അപകടപ്പെടാൻ പോകുന്നത് ഈ തോന്നിവാസം ചെയ്യുന്ന ഒരു രാത്രി കൊണ്ട് ഒരു എസ്റ്റിമേറ്റും ഇല്ലാതെ ഒരു പദ്ധതികളുമില്ലാതെ പെട്ടെന്ന് ഒട്ടയടി. ജില്ലയിൽ ദേശീയ ആരോഗ്യ ദൌത്യത്തിനു കീഴിൽ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരുടെ ഒഴിവുകളിൽ കരാർ നിയമനം നടത്തുന്നു. ജനറൽ മെഡിസിൻ, പീഡിയാട്രിക്സ്, ഡെർമറ്റോളജി, ഗൈനക്കോളജി, സൈക്യാട്രി, പാലിയേറ്റീവ് മെഡിസിൻ, ഓർത്തോപീഡിക്സ്, അനസ്തീഷ്യ വിഭാഗങ്ങളിൽ ഒഴിവുകളുണ്ട്. 62 വയസ്സാണ് പ്രായപരിധി. 78,000 രൂപ പ്രതിമാസ വേതനം. താൽപര്യമുള്ളവർ സർട്ടിഫിക്കറ്റുകളുടെ അസലും പകർപ്പും സഹിതം അപേക്ഷിക്കേണ്ടതാണ്. ഓൺലൈൻ അപേക്ഷകളാണ് സ്വീകരിക്കുക. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 0487 2325 പീച്ചി കസ്റ്റഡി മർദ്ദനത്തിൽ SHO രതീഷിന് സസ്പെൻഷൻ. ദക്ഷിണ മേഖല IG-യാണ് ഉത്തരവ് പുറപ്പെടുവിച്ചത്. നിലവിൽ കടവന്ത്ര SHO ആണ് രതീഷ്. പീച്ചി കസ്റ്റഡി മർദ്ദനവുമായി ബന്ധപ്പെട്ട് രതീഷിനെതിരെ പരാതികൾ ഉണ്ടായിരുന്നു. ഈ സമയത്തൊന്നും യാതൊരുവിധ നടപടിയും എടുത്തില്ല.
അന്വേഷണ റിപ്പോർട്ടും എതിരായിരുന്നു. മർദ്ദന ദൃശ്യം പുറത്തു വന്നതോടെ വലിയ തോതിൽ ചർച്ചയായി. 2023 മെയ് 24 സംഭവം. ഹോട്ടൽ ഉടമയായ KP ഔസേപ്പിന്റെയും മകനെയും മാനേജറെയുമാണ് ഡ്രൈവറെയും അന്ന് പീച്ചി സ്റ്റേഷനിൽ SI ആയിരുന്ന രതീഷ് മർദ്ദിച്ചു. ദിനേശും ജിനീഷും നൽകിയ പരാതിക്ക് പിന്നാലെയായിരുന്നു മർദ്ദനം. ഭക്ഷണത്തിന്റെ ഗുണനിലവാരവുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കമാണ് പരാതിയായത്. പരാതി നൽകാൻ ഔസേപ്പും ഡ്രൈവറും പോലീസ് സ്റ്റേഷനിലെത്തി. ഇതിനിടെ വൻ തുക ആവശ്യപ്പെട്ട് ഒത്തുതീർപ്പുണ്ടാക്കാൻ ശ്രമിച്ചു. മർദ്ദന ദൃശ്യത്തിനു വേണ്ടി വിവരാവകാശ നിയമപ്രകാരമുള്ള അപേക്ഷകൾ നൽകി, ലഭിച്ചില്ല. മാവോവാദി ഭീഷണിയും സ്ത്രീ സുരക്ഷയുമെല്ലാം ദൃശ്യങ്ങൾ കൈമാറാതിരിക്കാനുള്ള കാരണങ്ങളായി പോലീസ് നിരത്തി. വിവരാവകാശ കമ്മീഷന് തന്നെ അപ്പീൽ നൽകി ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങി. അപ്പോഴാണ് ദൃശ്യങ്ങൾ നൽകാൻ തയ്യാറായത്. ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ വിഷയം വൻതോതിൽ ചർച്ചയായി. പോലീസിന്റെ കസ്റ്റഡി മർദ്ദനവുമായി ബന്ധപ്പെട്ട് നിയമസഭയിൽ അടിയന്തര പ്രമേയ ചർച്ച നടന്നിരുന്നു. വൈദ്യുതി ബില്ലടയ്ക്കാൻ ഇനി പണമായി സ്വീകരിക്കുക 1000 രൂപ വരെ മാത്രമാണ്. ഇത് കർശനമായി നടപ്പാക്കാൻ KECB 1000 രൂപയ്ക്ക് മുകളിൽ ബില്ലെങ്കിൽ ഓൺലൈനായി മാത്രമാണ് അടയ്ക്കാൻ സാധിക്കുക. ഒരു KECB ഓഫീസിൽ ബില്ലടയ്ക്കാൻ 2 ക്യാഷ് കൗണ്ടറുകൾ ഉള്ളിടത്ത് 1 നിർത്തലാക്കും. അധികം വരുന്ന ജീവനക്കാരെ ഡിവിഷൻ സർക്കിൾ ഓഫീസുകളിലേക്ക് പുനർവിന്യസിക്കുകയോ പൊതുസ്ഥലം മാറ്റത്തിന്റെ ഭാഗമായി സ്ഥലം മാറ്റുകയോ ചെയ്യും. ഒരേ കെട്ടിടത്തിൽ 2 സെഷൻ ഓഫീസുകൾ പ്രവർത്തിക്കുന്നിടത്തും 1 കൗണ്ടറേ ഉണ്ടാവുകയുള്ളൂ. ഇടവേള. ആതുര ശുശ്രൂഷ രംഗത്ത് 4 നൂറ്റാണ്ടായി മഹനീയ സേവനം കാഴ്ചവെച്ച് വിലങ്ങന്നൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന പനക്കൽ ആയുർവേദ ഫാർമസിയുടെ നവീകരിച്ച ആയുർവേദ ക്ലിനിക് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നു. തിങ്കൾ, വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6 വരെ ഡോക്ടർ വിനയ ജിബിൻ പനക്കൽ രോഗികളെ പരിശോധിക്കുന്നു. സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനാ സംവിധാനം. ഏത് രോഗത്തിനും പ്രതിവിധി. പനക്കൽ ആയുർവേദ ഫാർമസി, വിലങ്ങന്നൂർ. ഫോൺ നമ്പർ 9495225992. മെഗാ ലക്കി ഡ്രോയിൽ ലക്ഷങ്ങൾ വിലമതിക്കുന്ന ഗിഫ്റ്റ് വൗച്ചേഴ്സ് ആൻഡ് സമ്മാനങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നു. മേച്ചേരി സിൽസ് ഒരുക്കുന്ന ഓണക്കോടി 2025 ഓണം ഫെസ്റ്റീവ് കളക്ഷന്റെ ഭാഗമാകാൻ നിങ്ങൾ റെഡിയാണോ? 1,999 അപ്പോൾ പർച്ചേസ് ചെയ്യുന്നവർക്ക് ഒരു സമ്മാന കൂപ്പൺ ലഭ്യമാകും. അതിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾക്ക് ഫസ്റ്റ് പ്രൈസ് ഫ്രിഡ്ജ്, സെക്കൻഡ് പ്രൈസ് TV ആൻഡ് തേർഡ് പ്രൈസ് ഹോം അപ്ലയൻസസ്. മെഗാ ലക്കി ഡ്രോ ഓഫേഴ്സിനോടൊപ്പം നിങ്ങൾക്ക് ഡെയിലി ലക്കി ഡ്രോ ഓഫേഴ്സും സ്വന്തമാക്കാം. 1999 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുന്നവർക്ക് ലഭിക്കുന്ന സമ്മാന കൂപ്പണിൽ നിന്നും ദിവസേനയുള്ള തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് ഹോം അപ്ലയൻസസ് സമ്മാനമായി നൽകുന്നതാണ്. അതുകൂടാതെ 5000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുന്നവർക്ക് 250 രൂപയുടെ ഗിഫ്റ്റ് വൗച്ചേഴ്സ് സമ്മാനം. ഓഫറുകൾ തന്മായാജാലം ചുറ്റും തീർക്കും ഓണക്കാലം. സമ്മാനങ്ങൾ വാരിക്കൂട്ടം, വാഗ്ദാനങ്ങൾ വേണ്ടതിലേറെ. അപ്ലയൻസ്, മൊബൈൽ, ഡിജിറ്റൽ ഗാഡ്ജറ്റ്സ് വാങ്ങണം. പക്ഷേ എവിടെ നിന്ന് യഥാർത്ഥ ഓഫർ, യഥാർത്ഥ ഡിസ്കൗണ്ട്? നമ്മുടെ പിട്ടാപ്പിള്ളിയിൽ മാത്രം. വൻ ഓഫറുകൾ തൻ യഥാർത്ഥ മേളം. പിട്ടാപ്പിള്ളിയിൽ റിയൽ ഓണത്തിൽ. വന്നോണം പൊന്നോണം, ഇത് പിട്ടാപ്പള്ളിയിൽ റിയൽ ഓണം. പിട്ടാപ്പിള്ളി ഏജൻസീസ്. പരിശുദ്ധ സ്വർണ്ണ വിപണനത്തിന്റെ വിശ്വസ്തവും സംതൃപ്തവുമായ 40 വർഷങ്ങൾ. സണ്ണീസ് ജ്വല്ലറി. കാലത്തിനൊപ്പം മാറുന്ന ഡിസൈനുകളുമായി തീർത്തും പരിശുദ്ധമായ സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങൾ. ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാൻ വിപുലമായ കളക്ഷൻസ്. സുദീർഘമായ 4 പതിറ്റാണ്ടിലൂടെ ആർജിച്ചെടുത്ത ജനവിശ്വാസം. മണ്ണുത്തിയിൽ തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപവും പോസ്റ്റ് ഓഫീസിന് സമീപവുമായി 2 ഷോറൂമുകൾ. മോഹന വാഗ്ദാനങ്ങളില്ലാത്ത വിശ്വസ്ത സ്ഥാപനം. സണ്ണീസ് ജ്വല്ലറി, തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപം, മണ്ണുത്തി. പോസ്റ്റ് ഓഫീസിന് സമീപം, മണ്ണുത്തി. വാർത്തകൾ തുടരുന്നു. കേൾക്കാം എന്ന സംഘടന മാനസിക ആരോഗ്യത്തിനായുള്ള ആഗോള സൗജന്യ മലയാളി കൌൺസിലിംഗ് പദ്ധതി സെപ്റ്റംബർ 20 തൃശൂരിൽ ഉദ്ഘാടനം ചെയ്യുമെന്ന് രക്ഷാധികാരി ഫാദർ ഡേവിസ് ചിറമൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഇതിന്റെ രക്ഷാധികാരികളായി ജസ്റ്റിസ് കുര്യൻ, ഫാദർ ഡേവിസ് ചിറമൽ, ഗോപിനാഥ് മുതുകാട്, സന്തോഷ് ജോർജ് കുളങ്ങര എന്നിവർ പ്രവർത്തിക്കുന്നു. ആളുകളും വേദനയും വിഷാദവും കേൾക്കുകയും വേണ്ട ഇടപെടലും മാർഗനിർദ്ദേശങ്ങളും നൽകുകയാണ് ലക്ഷ്യം. മാനസിക സംഘർഷങ്ങൾ, ഒറ്റപ്പെടലിൽ സഹിക്കേണ്ടി വരാത്ത ഒരു സമൂഹം സൃഷ്ടിക്കുകയാണ് ദൗത്യം. വാർത്താ സമ്മേളനത്തിൽ ഡോക്ടർ TJ ജസ്ന, ദീപക് ഡൊമിനിക്, സ്നേഹ എന്നിവരും പങ്കെടുത്തു. സെപ്റ്റംബർ 17 വിശ്വകർമ്മ ദിനം. പീച്ചി വിശ്വകർമ്മ സംഘം വിശ്വകർമ്മ ദിനം ആചരിച്ചു. വിലങ്ങന്നൂർ സെന്ററിൽ നടന്ന ചടങ്ങിൽ സെക്രട്ടറി സുഗതകുമാർ സ്വാഗതം പറഞ്ഞു. പ്രസിഡന്റ് രതീഷ് കൃഷ്ണ വിശ്വകർമ്മജർ നേരിടുന്ന പ്രതിസന്ധികളും
പിന്നോക്ക അവസ്ഥയും തരണം ചെയ്യാൻ സംഘടന ശക്തിപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകതയെപ്പറ്റി സംസാരിച്ചു. മുൻ പ്രസിഡന്റ് KV ജയചന്ദ്രൻ സന്ദേശം നൽകി. ജോയിന്റ് സെക്രട്ടറി സുരേഷ് കണ്ണാറ നന്ദി അറിയിച്ചു. സുബീഷ് പട്ടിക്കാട്, സുധീഷ് PC, രാജൻ മനക്കപ്പറമ്പിൽ, സുരേഷ് കണ്ണാടിപ്പാറ എന്നിവർ പങ്കെടുത്തു. കേരളത്തിൽ മഴയും ഇടിമിന്നലോടുകൂടിയ അതിശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ട്. 5 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. കാസർഗോഡ്, കണ്ണൂർ, ഇടുക്കി, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. തൃശൂർ, എറണാകുളം, ഇടുക്കി, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിൽ നാളെ യെല്ലോ അലർട്ടാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൃശൂർ അതിരൂപത മുൻ ആർച്ച് ബിഷപ്പ് മാർ ജേക്കബ് തൂങ്കുഴി കാലം ചെയ്തു. 93 വയസ്സായിരുന്നു. സംസ്കാരം പിന്നീട്. തൃശൂർ നഗരം ഇരുട്ടിലായി. 4 മണിക്കൂർ കഴിഞ്ഞിട്ടും നടപടി സ്വീകരിക്കാത്തതിൽ പ്രതിഷേധിച്ച് രാജൻ ജെ പലന്റെ നേതൃത്വത്തിൽ മേയറെ ചേംബറിൽ ഉപരോധിച്ചു. മുക്കാട്ടുകര സെന്റ് ജോർജസ് ദേവാലയത്തിലെ വിശ്വാസ പരിശീലന യൂണിറ്റിന് ഏറ്റവും വലിയ വചനപ്പൂക്കളം തീർത്തതിന് ലോക റെക്കോർഡ്. PC പോലീസ് കസ്റ്റഡി മർദ്ദനം. SHO രതീഷിനെ ദക്ഷിണമേഖല IG സസ്പെൻഡ് ചെയ്തു. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.